പണ്ട് അവധിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് അവിടെ ചൂണ്ടയിടാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സെയിം പ്രായമുള്ളൊരു കൊച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ തന്നെ ചൂണ്ടക്കോരി എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ നാട്ടുകാരുടെ കാര്യം, വീട്ടുകാരുടെ കാര്യം, നമ്മുടെ ക്ലാസ്സിലെ കാര്യം എല്ലാം നമ്മളവിടെ ചർച്ച ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ച വരെ അങ്ങനെ ഇരുന്നിട്ട് അമ്മ പറയടി മതിയടി നിർത്തടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പിന്നെയും വരും, പിന്നെയും വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും അമ്മ പറയടി സന്ധ്യയായി വീട്ടിൽ കയറി വിളക്കത്തിക്കാറായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിരുന്ന നൊസ്റ്റാൾജി അടിച്ചിരുന്നപ്പോൾ ഞാനോട് എന്നപ്പോൾ നമുക്കൊന്ന് ചൂണ്ടയിട്ടേക്കാണ്. അങ്ങനെ ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇത്. അങ്ങനെ ചൂണ്ടയിടാനായിട്ട് ഇറങ്ങി. പക്ഷെ എനിക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല, കുറേ നാളായിട്ട് ഇങ്ങനെ ടച്ച് വിട്ട് കിടക്കുന്നുണ്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ചൂണ്ടയിട്ടാലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അകത്തേക്ക് വന്നിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഞാനിങ്ങനെ മുടി ഇങ്ങനെ എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മുടിയൊക്കെ ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നല്ല രസമായിട്ട് കിടക്കുമല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ നല്ല മടിയാണെങ്കിലും നമ്മൾ ആ ഒരു ഭംഗിക്ക് കിടക്കുന്ന ഓർത്തിട്ട് പിന്നെ കിട്ടും. പക്ഷെ അത് ഒത്തിരി നേരമൊന്നും കിടക്കത്തില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.